Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരോഗ്യമുള്ളൊരു ശരീരം, ആരോഗ്യമുള്ളൊരു മനസ്സ് നമുക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ഒരു ദിവസം എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ്. ഇതൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നുമല്ല, എന്നാലും ഈ ഒരു ഫോർമാറ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, പല ആളുകളുടെയും ഭൂരിഭാഗ പ്രശ്നങ്ങളിൽ വരുന്നത് രാവിലെ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറച്ചുകൂടെ സമയം നീണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് എഴുന്നേക്കാം, ആ ഒരു രീതിയിലേക്ക് വരും. ചിലർക്ക് അലാം വെച്ചിട്ടും അത് 2 പ്രാവശ്യം 3 പ്രാവശ്യം സ്നൂസ് കൊടുത്തിട്ട് വീണ്ടും വീണ്ടും നീട്ടി ഒരു 10 മിനിറ്റോടെ കുറച്ചുകൂടെ കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണല്ലോ എന്ന് ഓർത്ത് പോകുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പം ഇങ്ങനെ കഴിയുമ്പോൾ എന്തായാലും ഓക്കെ, എഴുന്നേക്കാം എന്ന് വെച്ച് എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്താ, കാല് നിലത്ത് കുത്തുമ്പോഴത്തേനും കാലിനൊരു വേദന, കൈക്കൊരു സ്റ്റിഫ്നെസ്, പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന് ഓക്കെ ആയി കഴിയുമ്പം ആണ് കുറച്ച് കിട്ടുന്നത്. അതായത് നമുക്കൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഒരു സാധാരണ ലാംഗ്വേജ് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. അതായത് സെൽഫ് എടുക്കുന്നില്ല എന്ന് പറയത്തില്ലേ, കുറെ പേര് അങ്ങനെ പറയുന്നത്. എനിക്ക് സെൽഫ് എടുക്കുന്നില്ല, ബാക്കിയൊക്കെ ഓക്കെയാണ്, ഒന്ന് തള്ളി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പൊക്കോളും. അതായത് ആദ്യത്തെ കുറച്ച് നേരം കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്നാന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ നടന്ന് ശരീരമൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞ് ജോയിൻസിന് സ്റ്റിഫ്നെസ് ഒക്കെ കുറഞ്ഞു കഴിയുമ്പോഴത്തേനും ഓക്കെ ആവുന്നത്. അപ്പോൾ ഈ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാലും ഒരു അരമുക്കാൽ മണിക്കൂർ കടന്ന് ഉരുണ്ടും മറിഞ്ഞും ഒന്ന് നടന്നും എഴഞ്ഞും ഒക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഓക്കെ ആകുന്നത്. അപ്പോൾ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പല ആളുകളുണ്ട്, ചിലർ 5 മണിക്ക്, 4 മണിക്ക്, 5 മണിക്ക്, 6 മണിക്ക്, അങ്ങനെ പല സമയങ്ങളിലായിട്ട് 5:30, 6:30 എന്നൊക്കെ പറഞ്ഞ് പല സമയങ്ങളുണ്ട്. ചിലർ 7 മണി ആയാലും നമുക്ക് എഴുന്നേൽക്കാനോട് തോന്നില്ല. ചിലരൊക്കെ 10 മണി ആയാലും എഴുന്നേൽക്കാതെ, പ്രത്യേകിച്ച് ഈ ഒരു സമയമൊക്കെ ആവുമെന്ന് പറയുന്ന സമയത്തും 10 മണിയൊക്കെ ആകുമ്പോഴും ഇങ്ങനെ കടന്നുറങ്ങുന്ന ആളുകൾ വരെ ഉണ്ട്. കാരണം എന്താ, രാത്രി ലേറ്റ് ആയിട്ട് കിടക്കുന്ന എഴുന്നേൽക്കുന്നത്. അപ്പം ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഒരു ഫിക്സഡ് ടൈം വെക്കുക എന്നുള്ളതാണ്. അതിപ്പം 6:30 ആണെങ്കിൽ 6:30, 6 മണിയാണെങ്കിൽ 6 മണി, 4:30 ആണെങ്കിൽ 4:30, ഏത് സമയമാണെങ്കിലും ഒരു ഫിക്സഡ് ടൈം വെക്കുക. പക്ഷെ ഇവിടെ നമ്മൾ തെറ്റിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ജോലിയില്ല, അവധി എടുക്കുന്ന ഒരു ദിവസമാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും 6:30ക്ക് എഴുന്നേൽക്കുന്നവർ ആ ദിവസം 8 മണിക്കായിരിക്കും എഴുന്നേൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് അറിയില്ല ഇത് അവധി ദിവസമാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് എടുത്ത ദിവസമാണെന്നൊന്നും ശരീരത്തിന് അറിയില്ല. പക്ഷെ ശരീരം എന്ത് വിചാരിക്കുന്ന പറഞ്ഞാൽ, ഇതെന്തിനാണ്, ഇതെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്തിനാണ് ഇത്രയും നേരം കടന്നുറങ്ങുന്നത്, എന്തിനാണ് ഒരു അലർട്ട്നെസ് ഇല്ലാത്തത് എന്നുള്ള രീതിയിലേക്ക് ഒരു കൺഫ്യൂഷൻ വരും. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുത്താതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് മെയിനായിട്ടും വേണ്ടത് എല്ലാ ദിവസവും ഒരു ഫിക്സഡ് ടൈം വെച്ച് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം. കറക്റ്റ് ടൈമിൽ ഒരു ഫിക്സഡ് ആയിട്ട് വെച്ചിട്ട്. കാരണം എന്ന് വെച്ചാൽ, ഞാൻ എല്ലാ ദിവസവും പൊതുവെ ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല, എന്നാലും പൊതുവെ ഒരു 6:30 സമയത്തൊക്കെ ആയിരുന്നു എഴുന്നേറ്റിരുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം ആയി വരുമ്പോഴത്തേനും ഡ്യൂട്ടിക്ക് പോകാനായിട്ടുള്ള സമയം കുറച്ചുകൂടെ ലേറ്റ് ആകുമായിരുന്നു. പ്രിപ്പറേഷന് സമയം കുറയുന്നു, എക്സസൈസിന് സമയം കുറയുന്നു, എല്ലാം ഓടി 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 തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നാളുകളായിട്ട് എൻ്റെ രീതി ഒന്ന് മാറ്റി. അപ്പോൾ എല്ലാ ദിവസവും 5 മണി 5:30 എന്ന രീതിയിലൊരു ടൈം ഇതാക്കിയിട്ട്, അതായത് 5 മണിയാകുന്ന സമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്നു, 5:30 സമയത്ത് എക്സസൈസ് തുടങ്ങുന്നു, 5:30 തൊട്ട് 6:30 വരെ എക്സസൈസ് ആയിരിക്കും, 6:30 കഴിഞ്ഞിട്ട് ഒരു വാക്കിംഗ് പോകും, 7 മണി വരെയുള്ള വാക്കിംഗ്. അത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഫ്രഷപ്പ് ചെയ്ത് അയൺ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന രീതിയിലേക്കാണ് ഇപ്പം ഞാൻ ലൈഫ് സ്റ്റൈൽ മാറ്റിയത്. പക്ഷെ അങ്ങനെ മാറ്റുമ്പോൾ എന്നാകുന്ന ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ, ഒരു 7 മണിയാകുന്ന സമയത്ത് നമ്മൾ ഒത്തിരിയേറെ സമയം എഴുന്നേറ്റ് ഒത്തിരി സമയമായിട്ട് നമ്മളൊരു എക്സസൈസ് ഒക്കെ ചെയ്ത് ഫുള്ള് ഫ്രഷപ്പ് ഒക്കെ ആയി, നമ്മൾ ബ്രീതിങ് ഒക്കെ നോർമലായി, സ്റ്റിഫ്നെസ് ഒക്കെ പോയിട്ട് നമ്മൾ എന്താ പറയുക, ഒത്തിരിയേറെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്ന ടൈം എന്ന് പറയുന്നത് രാവിലത്തെ പകൽ സമയമാണ്. കാരണം പകൽ കുറച്ചുകൂടെ നേരത്തെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒത്തിരി സമയമുള്ള പോലെ നമുക്ക് തോന്നും. ഈ 7 മണി 6:30 7 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല, ഓടി ഓടി തീർക്കുകയാണ്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത്, രാവിലെ എത്ര വേഗം ആവുന്നോ നിങ്ങൾ ടൈം ഫിക്സ് ചെയ്യുക. 5:30 5:30, 6 6, ഏതാണ് എത്ര വേഗം എഴുന്നേക്കാൻ പറ്റുന്നു അത്രയും നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും നോക്കണ്ട. ഇനി ഒന്നും ചെയ്യാൻ അറിയില്ലെങ്കിലും സാരമില്ല. വീടിന് ചുറ്റുമോ അല്ലെന്നുണ്ടെങ്കിൽ റൂം കുറച്ച് വിശാലമായ റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ റൂമിന് ചുറ്റും കുറച്ച് നേരം ഒന്ന് നടക്കുക. നടന്നു കഴിഞ്ഞിട്ട് ഒന്ന് സിറ്റപ്സ്, നമുക്ക് എല്ലാവർക്കും സ്ക്വാറ്റ് ചെയ്യാൻ അറിയാമല്ലോ. ഇരിക്കുക, എഴുന്നേൽക്കുക. ഈ ഒരു പൊസിഷൻ തന്നെ ഒരു 10 സെറ്റിൻ്റെ, അതായത് 10 റൗണ്ട് ചെയ്യുന്നത് ഒരു സെറ്റായിട്ട് കണക്ക് കൂട്ടിയിട്ട് അത് നമ്മൾ ഓരോ ദിവസവും ഓരോ സെറ്റ് വീതം കൂട്ടി കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 10 എടുത്ത് നോക്കിയാൽ മതി. ഇനി പിറ്റേ ദിവസം അതിനെ 10 മാറ്റിയിട്ട് 20 ആക്കിയാൽ മതി. അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോകുന്നതാണ് കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ. ഒന്ന് ചെയ്ത് നോക്കുക, നല്ല മാറ്റം വരും. അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ
നമുക്ക് ശരീരമൊക്കെ ഒന്ന് ചൂടായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ പ്രോപ്പർ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും. ഇനി എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ 5, 5:30 ആകുന്ന സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെട്ടമൊന്നും അധികം കാണത്തില്ല. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ഐഡിയ ഇല്ല. വെട്ടം വരുമ്പോഴേ നമ്മുടെ ശരീരത്തിന് അറിയത്തുള്ളൂ, ഓക്കേ പകലായി. പല രീതിയിലുള്ള നമ്മുടെ ശാരീരികമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നത് വെട്ടം വരുന്ന സമയത്താണ്. അതിന്റെ ഒരു സൈക്കോളജിക്കൽ ചേഞ്ചസ് ആണ്. നമ്മൾ വെട്ടം കാണുന്നു, അതിനനുസരിച്ചുള്ള നമ്മുടെ സ്റ്റിമുലേഷൻസ് ബ്രെയിനിൽ നടക്കുന്നു, അതിനനുസരിച്ചുള്ള സർക്കുലേഷൻസ് കാര്യങ്ങളെല്ലാം ശരീരത്തിൽ മാറ്റം വരുന്നു. ഇതെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യം എഴുന്നേൽക്കുന്നു. അതിന്റെ ഇടയ്ക്ക് പറയാനുള്ള കാര്യമായിരുന്നു കേട്ടോ, വെള്ളം കുടിക്കുന്ന കാര്യം. പലരും പല രീതിയിലുള്ള വെള്ളം കുടിക്കാറുണ്ട്. അതായത് നമ്മുടെ നോർമലായിട്ടുള്ള പച്ചവെള്ളം കുടിക്കാറുണ്ട്. എന്തെങ്കിലും വെച്ച് ഇപ്പം തലേദിവസം നാരങ്ങ, അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ പിഴിഞ്ഞത്, കുക്കുംബർ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. ബദാം ഒക്കെ വെള്ളത്തിലിട്ട് ചെയ്യുന്നവരുണ്ട്. ഈ മോഷൻ റിലേറ്റഡ് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ അത്തിപ്പഴമില്ലേ, അത് ഫിഗ്സ്, അത്തി, അത് വെള്ളത്തിലിട്ടിട്ട് രാവിലെ ചവച്ച് തിന്നുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ മലബന്ധം ക്ലിയർ ആകാനുള്ള ഇതുണ്ട്. അതേപോലെ ഈ നമ്മുടെ കറുത്ത മുന്തിരിയില്ലേ, ഉണക്കമുന്തിരിയൊക്കെ വെള്ളത്തിലിട്ട് എടുക്കുന്നത്, അതേപോലെ ബദാം എടുക്കുന്നത്, ഇതെല്ലാം നമുക്ക് പോഷകം കൂടുതലും ഇരുമ്പ് സത്ത് കൂടുതലും കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു മിനിമം ഒരു 2 ഗ്ലാസ് എങ്കിലും വെള്ളം, മിനിമം 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ തന്നെ ഒരു ആസിഡ് ബാലൻസ് ഇതാവും. നമ്മൾ ഫുള്ളായിട്ട് ആസിഡ് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ആൽക്കലൈൻ വരുമ്പോഴത്തേനും അതിൻ്റെ ഒരു ബാലൻസ് നടക്കുകയും അതിൻ്റെ ബവൽ മൂവ്മെന്റ്സ് പ്രോപ്പർ ആകുകയും ചെയ്യും. അതുകൊണ്ട് എഴുന്നേറ്റ് വെള്ളം ഒക്കെ കുടിച്ച്, പിന്നെ അത്യാവശ്യം നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, ഞാൻ നേരത്തെ എക്സസൈസ് ഇടയ്ക്ക് കയറ്റി പറഞ്ഞതേ ഉള്ളൂ. അതായത് ബ്രഷ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് ബ്രഷ് ചെയ്യുന്നത്, ഞാൻ ബ്രഷ് ചെയ്യുന്നതിൻ്റെ രീതികളെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലോസ് അറിയാമല്ലോ. നമ്മളൊരു ഇങ്ങനെ നൂല് പോലെ ഒരെണ്ണമാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പം എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് തന്നെ കിട്ടും. ഫ്ലോസ് എന്ന് പറയുന്നത് നമ്മുടെ പല്ലുകളുടെ ഇടയിൽ നമ്മളൊരു നൈസ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ നൈലോൺ ടൈപ്പിന്റെ ഒരു നൂല് കാണും. അത് നമ്മൾ എടുത്തിട്ട് ഓരോ ഇതിന്റെ ഗ്യാപ്പിലൂടെ ഇട്ടിട്ട് നമ്മളെല്ലാം പല്ലൊന്ന് ക്ലീൻ ചെയ്യുന്നത്, പല്ലിൻ്റെ ഇടവശങ്ങളിൽ ക്ലീൻ ചെയ്യുന്നത്, അതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അത് രാവിലെയും വൈകിട്ടുമായിട്ടാണ് വേണ്ടത്. പിന്നെ എപ്പോഴും നമ്മളൊരു മുഖം കഴുകുവാണെങ്കിൽ രാവിലെയും എഴുന്നേറ്റ ഉടനെ കഴുകുന്ന രീതി പോലെ തന്നെ, ഇടയ്ക്ക് പലതവണ കഴുകുന്ന രീതി പോലെ തന്നെ, രാത്രി കിടക്കുന്നതിന് മുമ്പും നമ്മൾ കുളിച്ചതാണേലും എന്താ പറയുക, ഒന്നുകൂടെ നമുക്ക് മുഖം കഴുകണം. കാരണം എന്ന് വെച്ചാൽ മുഖം കഴുകുന്നതെന്ന് ഉദ്ദേശിക്കുന്ന മെയിനായിട്ട് നമ്മുടെ സ്കിന്നിൽ കൂടുതൽ ഓയിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഈ ഓയിൽ കണ്ടന്റ് തന്നെ വെച്ചുകൊണ്ട് നമ്മൾ രാത്രി കിടക്കുകയും അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും വീണ്ടും നമ്മുടെ സ്കിന്നിന് ടെക്സ്ചർ കുറയുകയും ചെയ്യും. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഷൻ ഒക്കെ ചെയ്തിട്ട്, ഇനി ഡ്രൈ സ്കിൻ ആണോ ഏതാന്നൊക്കെ അതിന്റെ ബാലൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം രാത്രി കിടക്കാനായിട്ട്. അപ്പോൾ രാവിലെ നമ്മൾ ഈ ക്ലീനിങ്ങും കാര്യങ്ങളും ഫ്ലോസും എല്ലാം കഴിഞ്ഞിട്ട് എക്സസൈസിന് വർക്കൗട്ടുകൾ ചെയ്ത് കഴിഞ്ഞേച്ച് ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ പല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏത്തപ്പഴം സ്ലൈസ് ആയിട്ട് കണ്ടിച്ച് നെയ്യിലിട്ടിട്ട് മുട്ട കൂട്ടി ഒരു 1/2 ഗ്ലാസ് പാലെടുത്തിട്ട് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഈ ദോശ, ഇഡ്ഡലിയും പുട്ടും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പം നമ്മൾ കട്ടിപ്പണി ചെയ്യുന്ന ആളുകൾക്കൊന്നും ഈ ഒരു മെത്തഡ് പറ്റത്തില്ല. ഈ ഒരു മെത്തഡ് എന്ന് പറയുന്നത് അധികം ശാരീരിക അധ്വാനമില്ലാതെ ഇരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ബാങ്ക് എംപ്ലോയീസ്, ടീച്ചേഴ്സ്, അതേപോലെ ഓഫീസ് ഡ്യൂട്ടി ഉള്ള ആളുകൾ, അതേപോലെ ഇപ്പം ഞങ്ങളെപ്പോലെ ഡോക്ടേഴ്സ്, ഇവരൊക്കെ ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അധികം ശാരീരിക അധ്വാനമില്ല. ഇല്ലെങ്കിൽ എന്നാന്ന് പറഞ്ഞാൽ കുറച്ച് അളവ് മതി, എന്തിനാണ് കൂടുതൽ ഇങ്ങനെ കഴിക്കേണ്ടത്. ഇനി ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരായിരിക്കും ചിലപ്പം 5 ദോശ 8 ദോശയൊക്കെ കഴിക്കുന്നവർ. അവർക്ക് വേറെ പണിയൊന്നുമില്ല, പക്ഷേ ഒരു രസം എന്ന രീതിയിൽ കഴിക്കുന്ന ആളുകൾ വരെയുണ്ട്. അപ്പോൾ അത്രയും ഭക്ഷണത്തിന് ആവശ്യമില്ല. ചെറുപയർ ദോശ നല്ലൊരു ഓപ്ഷനാണ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതേപോലെ ചില ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രെഡ്, ചീസ്, ഓംലെറ്റ് അത് സ്ലൈസ് ആക്കിയിട്ട് എടുത്ത് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ മില്ലറ്റ്സിൻ്റെ ദോശ. മില്ലറ്റ്സ് എന്ന് പറയുന്നത് ഈ തിന പോലത്തെ കാര്യങ്ങൾ, റാഗിയൊക്കെ മില്ലറ്റ്സ് ആണ്. മില്ലറ്റ്സിൻ്റെ ദോശ, പുട്ട്, പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് നോർമലായിട്ട് നമ്മൾ കഴിക്കുന്ന, കാരണം എന്ന് വെച്ചാൽ അരിയുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് എടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് അതിന് അളവ് കുറച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയ മറ്റു ഓപ്ഷൻസ് ആണ് ഞാനിത് എടുത്തു പറഞ്ഞത്. ഇനി ഗോതമ്പ് നല്ലതാണ്. എപ്പോഴും പ്രമേഹ രോഗികൾക്കും ഒക്കെ ആയിട്ട് അരിയേക്കാളും കുറച്ചുകൂടെ നല്ലത് ഗോതമ്പിനേക്കാളും കുറച്ചുകൂടെ നല്ലത് റാഗി, പിന്നെ ഓട്സ്, പിന്നെ മില്ലറ്റ്സ്, അങ്ങനെ നല്ല 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 ഓപ്ഷൻസിലേക്ക് നമ്മൾ പോവുകയാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ പക്ഷേ ഗോതമ്പ് സ്കിന്നിൻ്റെ പ്രശ്നമുള്ളവരും തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ഗോതമ്പ് കൂടുതലായിട്ട് എടുത്തുകൊണ്ട് പോയാൽ അല്ലെങ്കിൽ മലബന്ധമുള്ളവർ വീണ്ടും ഗോതമ്പ് എടുത്തുകൊണ്ട് പോയാൽ ആ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് അത് ആര് ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചുകൊണ്ട് വേണം അത് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ എന്തായാലും എല്ലാ ദിവസവും രാവിലെ ഒരു പുഴുങ്ങിയ മുട്ട ഫുള്ളായിട്ടും ഒരു എഗ് വൈറ്റും ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പോകുന്നത് രാവിലത്തെ രീതികൾ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഉച്ചയ്ക്കിന് എന്ത് ചെയ്യും? കാരണം രാവിലെ നമ്മളിപ്പോൾ ചെറിയൊരു അളവ് എടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണി 1:30 സമയത്തേക്ക് നമുക്ക് അത്രയും തന്നെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 11 മണിയാകുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ഫ്രൂട്ട്സ് ആയിട്ടോ അല്ല അങ്ങനെ എന്തെങ്കിലും ചെറിയ അളവിൽ എന്തെങ്കിലും എടുക്കുക. ഇനിയിപ്പോൾ രാവിലെ ഇപ്പോൾ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ രാവിലെ പൊതുവെ നമ്മളൊരു 3 ചപ്പാത്തിയാണ് കഴിക്കുന്നതെന്ന് വെച്ചോളൂ പൊതുവെ. അത് 1½ ചപ്പാത്തി രാവിലെ ആക്കിയിട്ട് നമ്മൾ ബാക്കി ഒരു 1½ ചപ്പാത്തി ഒരു 11 മണിക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 മണി സമയത്ത് നമുക്ക് ആ വെപ്രാളമില്ലേ, ഷുഗർ ഡൗൺ ആവുന്നു അങ്ങനെ പ്രശ്നങ്ങൾ അതൊന്നും ഇല്ലാതെ നമുക്ക് ചെറിയ അളവിലേക്ക് ഉച്ചക്കത്തേത് കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഉച്ചയ്ക്ക് എടുക്കും. ഇനിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചോറ് എന്ന് പറയുന്നത് ഈ കൈ പിടിച്ചിട്ട് ഒരു തവി മതി. അതിൽ കൂടുതലിൻ്റെ ഭക്ഷണത്തിന് ആവശ്യമില്ല. എന്തിനാണ് ഇത്രയും ഭക്ഷണം കഴിക്കുന്നത്? ആ ആ ഭക്ഷണം കഴിച്ച് നമ്മുടെ ഈ ഫൈബ്രോയിഡും തൈറോയിഡും പ്രമേഹവും ഫാറ്റി ലിവറും അല്ലെങ്കിൽ ബ്ലോക്കുകളും വെയിറ്റ് കൂടുന്നതൊക്കെ ആകുന്നതിന് പകരം ഒരു തവി ചോറ്. അതേപോലെ മീനാണെന്നുണ്ടെങ്കിൽ 2ഓ 3ഓ മീനെടുത്ത് വേണമെങ്കിലും കഴിച്ചോ. അത് എണ്ണയിൽ മുക്കി വറക്കണ്ട. ശാലോ ഫ്രൈ ആണെങ്കിലും ഓക്കെ, മീൻ കറി ആണെങ്കിലും ഓക്കെ, മീൻ ഫിഷ് മോളി എന്ത് വേണമെങ്കിലും കഴിച്ചോ. നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ അവിയലോ തോരനോ അതേപോലെ നമ്മുടെ പാലായിലൊക്കെ മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. കുറച്ച് കൂടുതലായിട്ട് തൈരോ സാമ്പാറോ എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. പക്ഷെ അതിൻ്റെ അളവ് കൂട്ടിയിട്ട് ചോറിൻ്റെ അളവ് കുറച്ചാൽ നല്ലതാണ്. നമ്മൾ വയറും ചാടി വരത്തില്ല. അതേപോലെ ഗ്യാസിന്റെ ഫോർമേഷൻ ഉണ്ടാവില്ല. സന്ധിവേദനകളും തേയ്മാനങ്ങളും ഒക്കെ കുറഞ്ഞു വരും. നല്ലൊരു ഓപ്ഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമുക്കൊരു വൈകുന്നേരം 4 മണി സമയത്ത് ഈ 4 മണി സമയത്തെന്ന് പറയുന്നത് ഒത്തിരിയേറെ ആളുകളുടെ ഒരു എന്താ പറയാ ഒരു അഡിക്ഷൻ പോലെ തന്നെയാണ്. എന്നാലും വൈകുന്നേരം ഒരു ഗ്ലാസ് ചായ കിട്ടിയില്ലെങ്കിൽ ഒരു 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 ഉഷാറില്ല എന്ന് പറയുന്ന രീതിയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ വൈകുന്നേരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടി. നമ്മൾ കഴിയുന്നത് ഈ മധുരമൊക്കെ കുറച്ചിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഈ മധുരം എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ഈ പ്രശ്നം. പക്ഷേ ഈ വൈകുന്നേരം 4 മണി ചായക്ക് പൊതുവെ നമ്മള് പല കാര്യങ്ങളെ ചിലർ ബിസ്ക്കറ്റ് കഴിക്കാറുണ്ട്, ചിലർ റസ്ക് കഴിക്കാറുണ്ട്, ചിലർ ബ്രെഡ് കഴിക്കാറുണ്ട്, ചിലർ ബേക്കറി സാധനങ്ങൾ മിക്സ്ചറോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുണ്ട്. ചിലര് പഴംപൊരി കഴിക്കാറുണ്ട്. ഏത്തക്ക ബോളി എന്നൊക്കെ പറയുന്നത്. അതേപോലെ പരിപ്പ് വട, ഉഴുന്ന് വട, ഈ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇത്രയും ഐറ്റമുകളിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ ദിവസവും ഇത്രയും നമ്മള് ഓരോ സമയങ്ങളിൽ ഇത്രയും കഴിച്ചോണ്ട് പോയാൽ എന്തോരം അളവാ വരുന്നത്. അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാല് ഇതൊക്കെ നല്ല ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഇതിന്റെ അളവുകളൊക്കെ ഒന്ന് കുറയ്ക്കുക. എല്ലാ ദിവസവും നമ്മൾ ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലും തടിച്ച് വരുവോ, കുരുക്കളായിട്ട് വരുവോ, അല്ലെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ നീര് വെക്കുവോ, വായങ്ങനെ ചാടി വരുവോ എന്ന് ചെയ്താൽ അന്നേരം ഓർത്തോണം നമ്മുടെ ഈ ഒരേ റെഗുലർ പാറ്റേൺ മാറ്റി പിടിക്കണം എന്നുള്ളതാണ് അറിയേണ്ടത്. അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു 4 മണി സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ടീ കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ പേരയ്ക്ക അല്ലെന്നുണ്ടെങ്കിൽ ചെറുപഴം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കുന്നത്. പക്ഷേ ഇത് ചെറിയ രീതിയിലങ്ങ് ഒതുക്കിയിട്ട് നമ്മള് രാത്രിയില് വൈകുന്നേര സമയത്ത് സാധാരണ ചില വീടുകളിലൊക്കെ എന്ന് പറയുന്നത് ചിലപ്പോൾ 9 മണി, 10 മണി, 11 മണിയൊക്കെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അപ്പോ കഴിയുന്നതും ഒരു 7 മണി, 8 മണിയുടെ ഉള്ളില് ഭക്ഷണം കഴിച്ച് തീർക്കുന്ന പോലെ നോക്കുക. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ദഹനം നടന്നതിന് ശേഷം വേണം പോയി കടക്കാനായിട്ട്. ഇത് അന്നേരം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിലോ, 1 മണിക്കൂറിനുള്ളിൽ പോയി കടന്നു കഴിഞ്ഞാൽ ഈ നെഞ്ചരിച്ചില് പ്രശ്നങ്ങള്, ദഹന പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം ഒത്തിരിയേറെ സൈനസ് ബുദ്ധിമുട്ടുകളെല്ലാം ഇങ്ങനെയാണ്. ഈ കഴിച്ച ഉടനെ കടന്നു കഴിയുമ്പോഴുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് കുറഞ്ഞത് ഒരു 2, 2½ മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണം നമുക്ക് ഒന്ന് കിടക്കാനായിട്ട്. അപ്പൊ ചിലര് പറയാറില്ലേ, എനിക്ക് നെഞ്ചെരിച്ചിലാണ്, പുളിച്ചുകെട്ടലാണ്, മുടി കൊഴിച്ചിലാണ്, അതായത് ഏം നരയ്ക്കുക, മുടി നരയ്ക്കുക അങ്ങനത്തെ പ്രശ്നങ്ങള്, മലബന്ധ പ്രശ്നങ്ങള് ഇതെല്ലാം എന്ന് പറയുന്നത് ഈ രാത്രിയിലത്തെ ഭക്ഷണം ലേറ്റ് ആകുന്ന. അതിനിപ്പോ രാത്രിയിലെ ഭക്ഷണം ലേറ്റ് മാത്രമല്ല, നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ വിശന്നിരിക്കുമ്പോഴത്തേനും നമുക്ക് വല്ലാത്തൊരു എന്താ പറയാ ഒരു ഭക്ഷണത്തോടുള്ള ഒരു ആർത്തിയാണ്. അന്നേരമാണ് രാവിലെ മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ഉച്ചയ്ക്ക് കറക്റ്റായിട്ട് ആവുന്നില്ല, ഇതെല്ലാം ക്ഷീണം എനിക്ക് രാത്രി കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞേച്ചാണ് ഒരു യുദ്ധമായിരിക്കും ഭക്ഷണത്തോട്. അപ്പം വരുമ്പോ എന്നാന്ന് പറഞ്ഞാൽ നമ്മള് കൺട്രോൾ ചെയ്യത്തില്ല. ഇങ്ങനെ വിളമ്പി ഇട്ടോണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണേ, നിങ്ങൾക്ക് കൂടുതൽ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലേ, ഒരു തവി എന്തെങ്കിലും ചെറുതായിട്ട് എടുക്കുക. ഇപ്പം ഈ ഞാൻ പറയുന്ന ഭക്ഷണ രീതി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ സിമ്പിൾ ആയിട്ടാ പറയുന്നത്. കാരണം ഒരു ഒരു ചപ്പാത്തി, ഒരു എന്താ പറയാ,
ചിക്കൻ്റെ 2-3 പീസ് ചെറുതായിട്ട് പീസ് അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ വെച്ച് അങ്ങനെ എടുത്ത് കഴിക്കാനാണ് നോക്കുന്നത്. ഇനിയിപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ സൂപ്പ്, എഗ് സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ്, മഷ്റൂം സൂപ്പ് അങ്ങനെ പല രീതിയിലുള്ള സൂപ്പുകൾ നൈറ്റ് നല്ലൊരു ഓപ്ഷനാണ്. നൈറ്റ് സൂപ്പ് കഴിച്ചു കഴിഞ്ഞിട്ട് വേറെ എന്താണെന്ന് ചോദിക്കരുത്. കാരണം ഇതാണ് ഫുഡ്. അപ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കണോ? ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. 100% നമുക്ക് ഹെവിയാണ്. പക്ഷേ വെയിറ്റ് കുറയാനും സാധിക്കും. ഇപ്പോൾ രാവിലെ സത്യം പറഞ്ഞാൽ ഒരു ബട്ടർ കോഫി കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒത്തിരി ഹെവിയാണ്. ആ ഹെവിനെസ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഭക്ഷണങ്ങൾ കഴിക്കാൻ പോകത്തില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും, ദൈവമേ ഇതൊക്കെ എങ്ങനെയാണ്? ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേറെന്താ കഴിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നമ്മുടെ ശാരീരിക അധ്വാനം ഉണ്ടോ? നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാം. ഇനിയിപ്പം ചിലര് പറയാറുണ്ട്, അപ്പം ബാക്കി ഭക്ഷണങ്ങളൊക്കെ ഇല്ലേ? എനിക്ക് പൊറോട്ട കഴിക്കണം താല്പര്യം കഴിച്ചോ, കുഴപ്പമില്ല. പക്ഷെ പൊറോട്ട എന്ന് പറയുന്നത് ഈ 3ഉം 4ഉം പൊറോട്ടയിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ഏത് ഭക്ഷണം വേണേലും കഴിക്കാം. 1, 2ലേക്ക് ഒതുക്കുന്നതായിരിക്കും അത്. ദോശയായാലും, ഇഡ്ഡലി ആയാലും, അതേപോലെ അപ്പം ആയാലും എല്ലാം 2ലേക്ക് ഒതുക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ബോഡിയും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും പറ്റും. ഒരു ആവശ്യത്തിലേറെ കൊഴുപ്പുകളൊന്നും ശരീരത്തിൽ അടിഞ്ഞുകൂടാതെ, കരൾ വീക്കമില്ലാതെ, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ് LDLന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ സാധിക്കും. ഇനി അന്നേരം പറയാം, നമ്മൾ ഈ ഡയറ്റോ കാര്യങ്ങളോ ഭക്ഷണ രീതിയോ ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു ഫുൾ ഡേ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരവർക്ക് പറ്റുന്ന ഭക്ഷണ രീതിയും അവരവർക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ചിലർ പറയാറുണ്ട് ഞാൻ ഇന്ന് മുതൽ ജിമ്മിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് പോയിട്ട് 2 ദിവസം പോയിട്ട് ഫുൾ വേദനയായിട്ട് വരുന്നവരുണ്ട്. നിങ്ങൾക്ക് ഡിസ്കിന്റെ പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ? നിങ്ങൾക്ക് ക്രിയാറ്റിൻ ലെവൽ കൂടുതലുണ്ടോ? യൂറിക് ആസിഡ് കൂടുതലുണ്ടോ? ഇതെല്ലാം നോക്കിയിട്ട് വേണം ജിമ്മിൽ പോകാനോ വർക്കൗട്ട് ചെയ്യാനോ ഒരു ഭക്ഷണക്രമം മാറ്റാനോ ഒക്കെ. അപ്പൊ അതിനെയാണെന്ന് പറഞ്ഞാൽ അതിന് പ്രോപ്പർ ഗൈഡൻസ് ആവശ്യമുണ്ട്. ഇന്നൊരാൾ വന്നേച്ച് പറയാണ്, ഞാൻ എറണാകുളത്ത് നോക്കിയാണ് ഒത്തിരിയേറെ ആശുപത്രികൾ, ഒത്തിരിയേറെ ഡോക്ടേഴ്സൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷേ എനിക്കൊരു ഗൈഡൻസ് കിട്ടുന്നില്ല. എനിക്കൊന്ന് വെയിറ്റ് കുറയ്ക്കണം. ഞാൻ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഡയറ്റീഷ്യൻസ് എന്ന് ചോദിക്കുമ്പോൾ അവരൊരു ലിസ്റ്റ് തന്നു. അവർ തന്നതിനനുസരിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അങ്ങനെ അതായത് ഒരു പ്രോപ്പർ ഗൈഡൻസ് ആരെ വിശ്വസിക്കണം? ആരോടൊന്ന് ചോദിക്കണം? എനിക്ക് ഏത് പറ്റും? എനിക്ക് ഏത് പറ്റത്തില്ല? ഞാൻ ഏത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം? എനിക്കൊരു ഐഡിയ ഇല്ല എന്ന് പറയുന്ന അപ്പം ഞാൻ കൺസൾട്ടേഷൻ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ നിങ്ങൾക്ക് ഇത് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നല്ലേ? അപ്പൊ എത്ര കൊല്ലം മുമ്പായിരുന്നു? 12 കൊല്ലം മുമ്പ്. ശരി. അത് കഴിഞ്ഞിട്ട് എത്ര കൊല്ലം മുമ്പാണ് നിങ്ങൾക്ക് പ്രമേഹം വന്നത്? അത് 8 കൊല്ലം മുമ്പ്. പിന്നെ എത്ര കൊല്ലം മുമ്പാണ് നിങ്ങൾക്ക് കരൾ വീക്കം ഉണ്ടായത്? അതൊരു 5 കൊല്ലമായിട്ട്. അപ്പം ഓക്കെ. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഫൈബ്രോയിഡ് വരുമ്പോഴേ നിങ്ങൾ ഓർത്തോണം നിങ്ങൾക്ക് ഗ്ലൂക്കോസ് പറ്റത്തില്ല എന്നുള്ളത്. അപ്പം വീണ്ടും വീണ്ടും നിങ്ങൾ നോർമൽ കഴിക്കുന്ന അളവിൽ തന്നെ ഗ്ലൂക്കോസ് എടുത്തുകൊണ്ടിരുന്നാൽ ഫർദർ ആവും. അപ്പൊ അവര് പറയാ ഇതുവരെ ആരും ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞില്ല. അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഈ രോഗങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഇത്രയും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അതായത് ഭൂരിഭാഗം ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. എവിടെയാ തുടങ്ങണ്ടത്? എവിടെയാണ് നിർത്തേണ്ടത്? എന്താണ് എനിക്ക് പറ്റുന്നതാണോ ഇത്? അത് നല്ലതാണോ? നല്ലതല്ലയോ? ഒരു ഐഡിയയും വരുന്നില്ല. ഒരു വീഡിയോയിൽ കാണുമ്പോൾ ഇത് നല്ലതാന്ന് പറയും. വേറൊരാള് പറയുമ്പോൾ അത് നല്ലതാന്ന് പറയും. ഇതിനകത്ത് ഏതാണ് നല്ലത്? ഏതാണ് ഇപ്പം ഒന്നും നല്ലതും മോശമൊന്നുമില്ല. നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റത്തില്ലയോ? എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് എപ്പഴും നമ്മൾ നോക്കേണ്ടത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആം, എന്താ പറയാ ഒരു കെയർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ വിശ്വാസമുള്ള ഒരു ഡോക്ടറെ നമ്മള് കണ്ടുപിടിച്ച് ആ ഡോക്ടറുടെ അടുത്ത് എന്റെ ഹെൽത്ത് കണ്ടീഷൻ ഇതൊക്കെയാണ്. ഞാൻ ഇന്ന രീതിയിലാണ് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്. അല്ലെങ്കിൽ എനിക്ക് ഇത്ര വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയകൾ തരും. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ഇപ്പോൾ ഇതിപ്പോ നമ്മളിപ്പോ ഒരാളെ കൺസൾട്ട് ചെയ്ത് എന്താ പറയാ ക്യൂ നിന്ന് കൺസൾട്ടിങ് ഫീസും കൊടുത്ത് ബുദ്ധിമുട്ടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണ്. ഇനിയും ഇതൊക്കെ ശരീരത്തിൽ പറ്റുന്നതാണ്. ഇനി മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? അതായത് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നമ്മളെ ആരേലും സഹായിക്കുന്നു, നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ ആ ഒരു ദിവസം അവരെ വിളിക്കുക, സംസാരിക്കുക. എപ്പോഴും വിളിക്കണമെന്നൊന്നുമില്ല. സംസാരിക്കുക. എന്നിട്ട് പറയണം, "നിങ്ങൾ അന്ന് ഈ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഒത്തിരി ഉപയോഗപ്പെട്ടു കേട്ടോ. എനിക്ക് നല്ല ഒരു മാറ്റം വന്നു കേട്ടോ. അല്ലെങ്കിൽ അന്ന് എനിക്ക് കുറച്ച് പൈസ തന്നതുകൊണ്ട് എൻ്റെ ഒത്തിരി കാര്യങ്ങൾ നടന്നു കേട്ടോ." അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ ചെയ്ത ചെറിയ ഹെൽപ്പായാലും മതി. അല്ലെങ്കിൽ അവരറിയാതെ ചെയ്ത കാര്യങ്ങളായാലും നമ്മൾ അവരെ ഓർമ്മിപ്പിച്ച് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ നമ്മളോട് ഒരു ഇഷ്ടം തോന്നും. കാരണം എന്താ? നമ്മളെപ്പോഴും നെഗറ്റീവ് ആണല്ലോ പറയുന്നത്. നിങ്ങളത് ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനെയായി, ഇങ്ങനെയായി, ഞാൻ മോശക്കാരനായി എന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ്സ് എന്ന രീതിയിൽ പറയുന്നതിന് പകരം അവര് ചെയ്ത ഒരു നല്ല കാര്യങ്ങളെങ്കിലും എടുത്ത് പറഞ്ഞേച്ച് അവരെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷാ അവർക്ക് കിട്ടുന്നത്. അപ്പൊ അതേപോലെ തന്നെ
ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ കമന്റ് നോക്കാറുണ്ട്. കമന്റ് നോക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഞാന് എന്താ പറയാ, ഈ ഡയറ്റ് ചെയ്തു. ആ ഡയറ്റ് ചെയ്തതിന് ശേഷം 2, 3 നേരവും എനിക്ക് ഇൻസുലിൻ എടുത്തിട്ടും കൺട്രോളിൽ വരാത്ത ഷുഗറൊക്കെ ഈസി ആയിട്ടങ്ങ് കുറഞ്ഞു വന്നു. ഞാൻ ഒത്തിരി ഹാപ്പിയാണ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മളിതൊരു സോഷ്യൽ വർക്കായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ആർക്കെങ്കിലും ഉപയോഗപ്പെടുവാണെങ്കിൽ ഉപയോഗപ്പെടട്ടെ. എത്രത്തോളം ആളുകൾക്ക് എപ്പോഴും ഒരു ആശുപത്രി വന്ന് ഒരു കൺസൾട്ട് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യാനുള്ള സാഹചര്യമില്ല. വീട്ടിൽ വരാനുള്ള സാഹചര്യങ്ങൾ, വീട്ടിൽ ആരുമില്ല കൊണ്ടുപോകാൻ. അങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള നല്ല ഒരു കാര്യങ്ങൾ ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആഹ്, ഈ വീഡിയോകൾ ചെയ്തതിനകത്ത് നിങ്ങൾ ഏത് രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് വരുത്തിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കമന്റിൽ ഇടണം. ഞാൻ ഈ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഈ കമന്റ് നോക്കും. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത ഇതേ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, സൈക്കോളജിക്കൽ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അതിലൂടെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് പറയണം. ഇനി ഇല്ലെങ്കിലും അത് ചെയ്തിട്ട് എനിക്ക് മോശമായെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞോ. കാരണം എന്ന് വെച്ചാൽ നമുക്കത് അറിയാമല്ലോ ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ചെറുപയർ ദോശ ചിലർ വന്നേച്ച് പറഞ്ഞു, "ഒത്തിരി നല്ലായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചെറുപയർ ദോശ." ഒരാൾ വന്നേച്ച് പറഞ്ഞു, "അയ്യോ! ചെറുപയർ ദോശ കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര വയറ്റുവേദനയായിരുന്നു" എന്ന് പറയും. കാരണം എന്താ? അവർക്ക് പ്രോട്ടീൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും എല്ലാ രീതിയിലും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പം ഈ വീഡിയോയിൽ കമന്റിലായിട്ട് ഇടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു സാഹചര്യം, വേറൊരാളെയോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നില്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യാനാ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾ ആരായാലും അത് വൈഫ് ആയാലും ഹസ്ബൻഡ് ആയാലും മക്കളായാലും ആരായാലും അങ്ങനെ ഒരു താങ്ക്സ് ഗിവിങ്, കൊള്ളാം കേട്ടോ, നല്ലതായിരുന്നു, എനിക്ക് ഉപയോഗപ്പെട്ടു എന്ന രീതിയിൽ പറയുമ്പോൾ അവർക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. അപ്പൊ അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള മനസ്സ് തോന്നും. അതുകൊണ്ടാണത് എടുത്തു പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മളൊരു വർക്കൗട്ട് ചെയ്തായാലും നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആയാലും ഏതൊരു കാര്യങ്ങളും നമുക്ക് ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ സമൂഹത്തിന് വേണ്ടി ചെയ്തു, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്തു. ചിലർക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിലാണ് സന്തോഷം. ആ ഹെൽപ്പ് ചെയ്യുന്ന സന്തോഷം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവരന്വേഷിച്ചിരിച്ചിട്ട് അർഹതയുള്ള ആളുകൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അത് നമ്മൾ ഓർക്കുമ്പോൾ ഒരു രാത്രി കിടക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പൊ ഞാൻ കുറച്ച് ആളുകൾക്ക് ഇന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി, അവരുടെ അവരുടെ മുഖത്തൊരു ചിരി കാണാൻ പറ്റി, അവർക്കൊരു സന്തോഷം കിട്ടി എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ചിലർക്കാണ് കേട്ടോ. ചിലർക്ക് ഉള്ളതൊന്നും എടുത്തോണ്ട് ഓടാനാണ് തോന്നുന്നത്. അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷെ അത് സാരമില്ല. ഓരോരുത്തരുടെ ഒരു കാഴ്ചപ്പാടും രീതികളുമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്ര നാള് എങ്ങനെയൊക്കെ കാണുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉള്ള സമയത്തില് നല്ല രീതിയിൽ ഫുൾ എനർജിയോട് കൂടി നമുക്ക് ഒരു രീതിയിലുള്ള എന്താ പറയാ, ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യാന്ന് പറയില്ല. അന്നേരം ആകുമ്പോൾ നമുക്ക് വലിയ നഷ്ടമില്ല. നമ്മളെ വഴക്ക് പറയുന്നവരും തെറി വിളിക്കുന്നവരും മോശമായിട്ട് ചിത്രീകരിക്കുന്നവരും ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. കാരണം എന്താ, നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിക്കുമ്പോഴല്ലേ ഇതൊക്കെ പ്രശ്നമുള്ളൂ. കാരണം എന്ത് ചെയ്താലും നല്ലതും പറയാനുണ്ട്, മോശം പറയാനുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലേക്ക് ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.